നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായം 5-ാമത്തെ തിരുവചനം. ഞാനിപ്പോൾ കൽപ്പിക്കുന്ന ഈ തിരുവചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം. ജാഗരൂകതയോടെ അവ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. വ്യക്തമായിട്ട് കേൾക്കണം. അത് ജാഗരൂകതയോടെ അവ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. ഈശോ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ചിലർ ശിശുക്കളെ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു. എന്തൊരു ഭംഗിയുള്ള കാഴ്ചയാണ് നോക്കണേ. ചില സമയങ്ങളിൽ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക പ്രാർത്ഥനകൾ വയ്ക്കുന്ന ദിവസങ്ങളിൽ അപ്പച്ചനും അമ്മച്ചിയൊക്കെ അവരെ നിർബന്ധമായിട്ട് എഴുന്നേൽപ്പിച്ച് ഈ കുഞ്ഞുങ്ങളെയും കൂട്ടി പള്ളിയിലേക്ക് വരുന്നൊരു കാഴ്ചയുണ്ട്. ഇതിലും മനോഹരമായിട്ടുള്ളൊരു കാഴ്ച കാണാനില്ല. തങ്ങളുടെ മക്കളെ ഇങ്ങനെ സ്നേഹത്തോടുകൂടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നിർബന്ധപൂർവം പറഞ്ഞയക്കുന്ന അപ്പനും അമ്മയും. അവർക്കറിയാം ഇവിടെ നിന്നാണ് ബലം, ഇവിടെ നിന്ന് കിട്ടുള്ളൂ ശക്തി. ഈ ഓൾട്ടർ ബോയ്സ് ആയിട്ടും ഗേൾസ് ആയിട്ടും ഒക്കെ അൾത്താരയിലേക്ക് ഉയർത്താനായിട്ട് ഈ കുഞ്ഞുങ്ങളെ കൊണ്ടുവരാനായിട്ട് പറയുന്ന ദിവസം മാതാപിതാക്കളെ കൂടെ വിളിക്കാറുണ്ട്. അന്നത്തെ ദിവസം അവർ കുഞ്ഞുങ്ങളെയാണ് കാഴ്ചയായിട്ട് കൊണ്ടുവരണത്. അവർക്ക് കാഴ്ചവെക്കാനായിട്ട് കൊച്ചുങ്ങളാവുള്ളൂ. ആ കുഞ്ഞുങ്ങളെ അൾത്താരയിലേക്ക് കാഴ്ചവെക്കുന്ന ഏറ്റവും ഭംഗിയുള്ള ഒരു രീതിയുണ്ട്, ഒരു കാഴ്ചയുണ്ട്. ഇതിലും വലിയൊരു സുരക്ഷിതത്വം ഈ മക്കൾക്ക് ഇനി ജീവിതത്തിൽ കിട്ടാനില്ലെന്നുള്ളതാണ്. മക്കളെ ഒന്ന് ചേർത്ത് വെച്ചിട്ടുണ്ടോ അൾത്താരയിലേക്ക്? മക്കളെ ഒന്ന് നിർബന്ധിച്ചിട്ടുണ്ടോ ഈശോയോട് ചേർന്ന് നിൽക്കാനായിട്ട്? കർത്താവിൻ്റെ അടുത്ത് അവരെ കൊണ്ടു ചെല്ലാനായിട്ട് നമ്മൾ എപ്പോഴെങ്കിലും ഒരു ശ്രമം നടത്തിയിട്ടുണ്ടോ? അതിനുവേണ്ടി ഇത്തിരി സമയം മാറ്റി വെച്ചിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളതാണ് ചോദ്യം. ഇത് ഒരു ഭാവി തലമുറയെ വിശ്വാസത്തിലും കർത്താവിനോടുള്ള സ്നേഹത്തിലും വളർത്തിക്കൊണ്ടുവരുന്നതിനുള്ള ഒരു റിഫ്ലക്ഷനാണ്. നമ്മളെക്കുറിച്ച് തന്നെ ആലോചിക്കേണ്ട കാര്യം. എൻ്റെ കുഞ്ഞിനെ ഞാൻ എൻ്റെ കർത്താവിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാനായിട്ട് ഇത്തിരി സമയം മാറ്റി വെച്ചിട്ടുണ്ടോ? അവരെ നിർബന്ധിച്ചിട്ടുണ്ടോ ഒന്ന് പോകാൻ? പ്രാർത്ഥനയിൽ കൂടുതൽ ആഴപ്പെടാനായിട്ട് എൻ്റെ വാക്കോ പ്രവൃത്തിയോ എൻ്റെ നിർബന്ധങ്ങളോ അവരെ സഹായിച്ചിട്ടുണ്ടോ? അതൊന്ന് ആലോചിച്ചെടുത്തിട്ട് വേണം ഇന്നത്തെ ഈ ആരാധനയുടെ മുൻപിലിരിക്കാൻ വേണ്ടി.